വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 392 എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മുണ്ടക്കൈയിലെയും പുഞ്ചിരിമട്ടത്തെയും ഇന്നത്തെ തെരച്ചിൽ സന്ധ്യയോടുകൂടി അവസാനിപ്പിച്ചു. വിവിധയിടങ്ങളിൽ നാളെയും തെരച്ചിൽ തുടരും. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള 7ാം ദിവസത്തെ തിരച്ചിലിൽ 7 മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി. 6 സോണുകളിലായി നടന്ന തിരച്ചിലിൽ ചൂരൽമലയിലും സൂചിപ്പാറയിൽ നിന്നാണ് ഇന്ന് വീണ്ടും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രക്ഷാപ്രവർത്തനത്തിന് തുടർ നടപടികൾ വിലയിരുത്തുന്നതിനായി മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നിരുന്നു. നാളെ മുതൽ തിരച്ചിലിന് പുതുരൂപം സ്വീകരിക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതിയിൽ തീരുമാനമായി. ചൂരൽമല മുതൽ സൂചിപ്പാറ വരെ പ്രത്യേകം തിരച്ചിൽ. സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തും. പോത്തുങ്കൽ മേഖലയിലും കൂടുതൽ തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി കെ അറിയിച്ചു. സാധാരണ നിലയിൽ നാളത്തെ തെരച്ചിലിനൊരു പ്രധാന കേന്ദ്രീകരണം വരുന്ന ഒരു പ്രദേശം മീൻമുട്ടി, പോത്തുകല്ല് തുടങ്ങിയ സ്ഥലങ്ങളാണ്. അതായത് നമ്മുടെ ഡൗൺ സ്ട്രീം മുതൽ പോത്തുകല്ല് വരെ നീണ്ടുകിടക്കുന്ന ചാലിയാറിൻ്റെ ഇരുകരകളിലുമായി ആകാവുന്ന വിധത്തിൽ പോലീസും അതിൻ്റെ ഫയർഫോഴ്സും നാട്ടുകാരും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ചില മേഖലകളിൽ നമുക്ക് പൂർണ്ണമായിട്ട് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ മേഖലകളിൽ കൂടി കടന്നു ചെന്നുകൊണ്ടുള്ള ഒരു ആഴത്തിലേറിയ അന്വേഷണം വേണ്ടിവരും എന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല് വരെ നടത്തേണ്ട തെരച്ചിലിനെ സംബന്ധിച്ച് ഒരു പൊതുരൂപം നമ്മൾ ഉണ്ടാക്കുകയാണ്. ചൂരൽമല ടൗൺ മുതൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശം വരെ സമഗ്രമായിട്ടുള്ളൊരു പരിശോധന നമ്മൾ നടത്തിയിട്ടുണ്ട്. സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ 2 ടീമുകളായി തിരിഞ്ഞ് പുഴയുടെ ഇരുവശവും ഡോഗ് സ്ക്വാഡിൻ്റെ സഹായത്തോടു കൂടി ഒരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. നാളെ മുതൽ നഷ്ടപരിഹാരം അളക്കാനുൾപ്പെടെയുള്ള പരിശോധനയും നടത്തും. മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടവർക്ക് ഫോണുകൾ നൽകും. രേഖകൾ തിരിച്ചു നൽകാനുള്ള സംവിധാനം കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. അതേസമയം ജില്ലയിൽ 16 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2514 പേരാണ് തുടരുന്നത്. ന്യൂസ് ഡെസ്ക് ജനം.